ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സാജിദാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളുടെ അംബ്രല കട്ട് സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ്. ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് സോറി പറയുകയാണ്. മൊബൈലിൻ്റെ കംപ്ലൈൻറ്റ് കാരണം വീഡിയോയ്ക്ക് വിചാരിച്ചത്ര ക്വാളിറ്റി ഇല്ല. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, വീഡിയോ കാണുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് നമുക്ക് ആവശ്യം ഇലാസ്റ്റിക് ബാൻഡ്, മെയിൻ ക്ലോത്ത്, അതുകൂടാതെ തന്നെ നമുക്ക് ലൈനിങ്ങും കൂടി ആവശ്യമാണിതിന്. ആദ്യം നമുക്ക് അളവെടുക്കാനുള്ള സ്കേർട്ട് എടുക്കാം. അതിനുശേഷം ബാൻഡിൻ്റെ അളവ് കൃത്യമായിട്ട് എടുക്കാം. പിറകു വശത്ത് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്നാണ് അളവെടുക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ബാൻഡ് സ്റ്റിച്ച് ചെയ്ത പോയിന്റിൽ നിന്നും മറ്റേ പോയിന്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ അളവെടുക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ നിന്ന് വേണം അളവെടുക്കാൻ. പിറകു വശത്ത് ഇലാസ്റ്റിക് ബാൻഡ് ഇട്ടത് കൊണ്ട് പെട്ടെന്ന് അളവ് ലഭിക്കുകയില്ല. 12 ഇഞ്ചാണ് ഇപ്പോൾ നമുക്ക് നീളം ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 13 ഇഞ്ച് എടുക്കാം. ഇനി നമുക്ക് വീതി അളക്കാം. 1.5 ഇഞ്ചാണ് നമുക്ക് ബാൻഡിൻ്റെ വീതി ലഭിക്കുന്നത്. തൊട്ടപ്പുറമുള്ള സൈഡ് അടക്കം നമുക്ക് 3 ഇഞ്ച് ലഭിക്കും. തയ്യൽ തുമ്പ് കൂടി വിടുമ്പോൾ നമുക്ക് 4 ഇഞ്ച് വേണം. അപ്പോൾ 4 ഇഞ്ചിൻ്റെ ഒരു ബാൻഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, 4 ഇഞ്ച് വീതിയും 13 ഇഞ്ച് നീളവും വരുന്ന 2 ക്ലോത്ത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ടിനും ബാക്ക് പോർഷനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഇറക്കം എടുക്കാം. ബാൻഡ് സ്റ്റിച്ച് ചെയ്ത പോയിന്റിൽ നിന്നും താഴ്വശത്തേക്കുള്ള ഇറക്കമാണ് എടുക്കുന്നത്. 14.5 ഇഞ്ചാണ് ഇപ്പോൾ നമുക്ക് ഇറക്കം ലഭിച്ചത്. മുകളിലെയും താഴത്തെയും തയ്യൽ തുമ്പടക്കം നമുക്ക് 16.5 ഇഞ്ച് എടുക്കാം. മുകൾ വശത്ത് 1/2 ഇഞ്ചും താഴ്വശത്ത് 1 ഇഞ്ചുമാണ് നമ്മൾ തയ്യൽ തുമ്പ് വിടുന്നത്. ഇതേ അളവിൽ നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്യാം. ക്ലോത്ത് നമുക്ക് വീതിക്ക് 2ആയിട്ട് മടക്കാം. നീളത്തിലല്ല, വീതിക്ക് 2ആയി മടക്കിയതിന് ശേഷം സൈഡ് ഓപ്പൺ അല്ലാത്ത ഭാഗം നിങ്ങൾക്കിവിടെ കാണാം. മടക്ക് വരുന്ന ഈ ഭാഗം പോയിൻ്റ് ചെയ്ത് അവിടുന്ന് കോണായി നമ്മൾ മടക്കി. ഇപ്പോൾ 4 പീസായിട്ടാണുള്ളത്. ഒരു ത്രികോണ ഷേപ്പിലാണ് ക്ലോത്ത് ഉള്ളത്. നമ്മൾ ബാൻഡ് 13 ഇഞ്ചാണ് എടുത്തത്. അതിൻ്റെ നേർ പകുതി എടുക്കാം. 6.5 ഇഞ്ചാണ് വേണ്ടത്. ഈ 6.5 ഇഞ്ച് മുഴുവനായും അടയാളപ്പെടുത്തേണ്ടതില്ല. 1/2 ഇഞ്ച് വിട്ട് 6 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അംബ്രല കട്ട് നമുക്കൊന്ന് വലിഞ്ഞു നിൽക്കും, അതുകൊണ്ടാണ് ഞാൻ 1/2 ഇഞ്ച് വിട്ടത്. ഇനി നമുക്ക് മുകളിൽ നിന്നും താഴേക്കൊന്ന് അളന്ന് നോക്കാം. നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തേക്ക് അളന്ന് നോക്കി ആ ഒരു അളവ് വെച്ച് നമുക്ക് എല്ലാ ഭാഗത്തേക്കും മാർക്ക് ചെയ്യാം. കണ്ടോ, വിട്ട് വിട്ട് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കൃത്യമായി 6 ഇഞ്ച് നമുക്ക് ലഭിക്കും. അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് സ്കേർട്ടിൻ്റെ ഇറക്കം എടുക്കാം. 16.5 ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ഇറക്കം. അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ടേപ്പ് അതേപോലെ വെച്ചതിന് ശേഷം കുറച്ച് മൂവ് ചെയ്ത് അവിടെയും 16.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അങ്ങനെ മുഴുവൻ ആ റൗണ്ട് ഫില്ല് ചെയ്യുന്നത് വരെ 16.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം ഒന്ന് യോജിപ്പിച്ച് റൗണ്ട് ഷേപ്പിൽ എടുത്തു കൊടുക്കുക. ഒരു ഹാഫ് റൗണ്ടായിട്ടാണ് ഉണ്ടാവുക. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ. കൃത്യമായ അളവാണിത്. കണ്ടോ, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് കൂടി ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത ലൈനിങ് ക്ലോത്ത് വെച്ച് മെയിൻ ക്ലോത്തും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ഫോൾഡ് ചെയ്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തു, ലൈനിങ് പീസും കട്ട് ചെയ്തു. അതുകൂടാതെ ബാൻഡിലും ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കട്ട് ചെയ്തു. ഇനി നമുക്ക് ലൈനിങ് പീസിൻ്റെ അടിഭാഗം പതുക്കെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, പതുക്കെ വേണം മടക്കാൻ. കുറച്ച് പീസ് മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. ഒന്നിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ മടക്കുകയാണെങ്കിൽ ഇത് പുളഞ്ഞു നിൽക്കും. അതുകൊണ്ടാണ് കുറച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത്. കണ്ടോ, നോക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും തമ്മിൽ ജോയിൻ്റ് ചെയ്യാം. മെയിൻ ക്ലോത്തിൻ്റെ മോശം വശത്ത് ലൈനിങ് വെച്ച് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക്
ബാൻഡിൻ്റെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും തമ്മിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെ മോശം വശത്ത് വെച്ച് നമുക്ക് 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാൻഡ് പീസും സ്കേർട്ട് പീസും തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി സ്കേർട്ടിൻ്റെ ലൈനിങ് പോർഷൻ വെച്ച ഭാഗത്ത് നമുക്ക് ബാൻഡ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാൻഡിൻ്റെ നല്ല വശം വേണം ലൈനിങ് പീസിൻ്റെ മുകളിൽ വെക്കാൻ. സ്കേർട്ടിൻ്റെ ലൈനിങ് പീസിൻ്റെ മുകളിൽ ബാൻഡിൻ്റെ നല്ല വശം വെച്ച് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്കേർട്ടിൻ്റെ നല്ല ഭാഗത്തേക്ക് തിരിച്ച് വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് മടക്കി, ബാൻഡ് 1/2 ഇഞ്ച് മടക്കി ബാക്കി സെൻറ്ററിലൂടെ തന്നെ മടക്കി നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ വീഡിയോ നോക്കുക, ഈ കാണിക്കുന്നത് പോലെ സെൻറ്ററിൽ വെച്ച് മടക്കി നമുക്ക് ഈ ബാൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് സ്കേർട്ടിൻ്റെ 2 ബാൻഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ആയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ബാക്ക് പോർഷനിന് നമുക്ക് ഇലാസ്റ്റിക് ഇടേണ്ടതുണ്ട്. 13 ഇഞ്ചാണ് നമ്മുടെ ബാൻഡിൻ്റെ അളവ്. എന്നാൽ ഇലാസ്റ്റിക് നമുക്ക് 10 ഇഞ്ച് മാത്രമേ വേണ്ടൂ. 9 ഇഞ്ച് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അതിനുശേഷം ഇലാസ്റ്റിക് ബാൻഡിൽ ഒരു സേഫ്റ്റി പിന്ന് കുത്തുക. അത് നമ്മുടെ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് പതുക്കെ മൂവ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ്റ്റി പിൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് ഈസി ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഈ സേഫ്റ്റി പിന്നൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ക്ലോത്ത് അടക്കം ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ക്ലോത്ത് ഇലാസ്റ്റിക് ബാൻഡ് അടക്കം നമ്മളിപ്പോൾ പിൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിതൊന്ന് വലിച്ചു കൊടുക്കാം. 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ 2 പീസും തമ്മിൽ ജോയിൻ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് 2 ബാൻഡും ഒരേപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മെയിൻ പോർഷനും ലൈനിങ് പോർഷനും വേറെ വേറെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ബാൻഡ് 2ഉം ഒരേപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടെ നിർത്താം. അതായത് ബാൻഡിൻ്റെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തിയതിന് ശേഷം നമ്മുടെ മെയിൻ പോർഷൻ ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കാം. അത് ലൈനിങ്ങിൻ്റെ കൂടെ വരാൻ പാടില്ല. ഇനി നമുക്ക് നേരെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പീസ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ലൈനിങ് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി മെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം, അതായത് ഇത് മറിച്ചിട്ട് മെയിൻ ക്ലോത്ത് എടുക്കാം. അതിനുശേഷം ആ ഒരു പോയിന്റിൽ വെച്ച് മറിച്ചിട്ടാൽ നമുക്ക് മനസ്സിലാവും, സ്റ്റിച്ചിങ് നിർത്തിയ ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. അവിടെ വെച്ച് ബാക്കിയുള്ള ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇലാസ്റ്റിക്കും വെച്ചു, 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്തു. ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് സ്കേർട്ടിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുക എന്നതാണ്. ഞാൻ നേരത്തെ ലൈനിങ് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാതെ വളരെ കുറച്ച് പോർഷൻ മാത്രം എടുത്ത് അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്യുക. ബാക്കി അവിടെ നിന്നും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. എങ്കിൽ പുളയാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് പൂർത്തിയായി. നമ്മുടെ സ്കേർട്ട് നന്നായി പൊന്തി നിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്കേർട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് ഫ്രോക്കിൻ്റെ കൂടെയും ഇട്ട് കൊടുക്കാം. കണ്ടോ, നന്നായി പൊന്തി ഡോളിനെ പോലെ നിൽക്കും. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടപ്പുറം വരുന്ന ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോവുമായി വരുന്നത് വരെ ബൈ.